ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിക്കാണ് ഇത്തരത്തിൽ ഒരു മുടി മുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ആരംഭിക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയതിനു ശേഷം ലക്ഷ്മി ഒരു നിമിഷം, ഇപ്പോൾ ഇവർ മുടി കോർത്തു വെച്ചുകൊണ്ട് മറ്റൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ചരടുകളിൽ അവർ കോർക്കുകയാണ്. അവർ ഇതുവരെ മുറിച്ച മുടികളെല്ലാം ചരടിൽ കോർത്തുകൊണ്ട് ഈ സമരപ്പന്തലിൽ തന്നെ കെട്ടാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് സമരസമിതി നേതാവ് എം.എ. ബിന്ദുവിനോട് തന്നെ സംസാരിക്കാം. ഇപ്പോൾ മുടിയെല്ലാം കോർത്തിണക്കുന്നു, എന്താണ് തീരുമാനം? ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ കെട്ടിത്തൂക്കും. ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും മുറിച്ച് മാറ്റിയതല്ലേ അത്. അപ്പോൾ അത് ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇവർ കാണട്ടെ ഞങ്ങളുടെ കൂടെ ഇവിടെ കെട്ടിത്തൂക്കിയേക്കുന്നത്. ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇതിവിടെ കെട്ടിത്തൂക്കും. ഞങ്ങൾ വലിയൊരു വൈകാരികമായ അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് അല്പസമയം മുമ്പ് ഇവിടെ അരങ്ങേറിയത്. പലരും തലമുണ്ടനം ചെയ്യുന്നു, എല്ലാവരും മുടിമുറിക്കുന്നു. സംസ്ഥാനത്തിലുടനീളം ആശാപ്രവർത്തകർ മുടിമുറിക്കുന്നു. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അറിയിപ്പ് വരുന്നുണ്ടോ? ഇനി മുന്നോട്ടുള്ള സമര രീതികൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഇന്നോ നാളെയോ നമ്മുടെ തുടർ സമര പരിപാടികളെക്കുറിച്ച് പ്രഖ്യാപിക്കും. ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിയെടുക്കാതെ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറയുന്നത് പിടിവാശി കൊണ്ടല്ല. പിടിവാശി സർക്കാരിനാണ്. അത് ഉപേക്ഷിച്ച് ചർച്ച ചെയ്യാമെന്ന് ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അതല്ല, ചർച്ച ചെയ്യാൻ നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അത് ഏത് തരം സമര പരിപാടി ആണെങ്കിലും അത് ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ സമരത്തിന് ശേഷം എന്തെങ്കിലും രീതിയിലുള്ള അറിയിപ്പോ സമവായത്തിനുള്ള നീക്കമോ സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഞങ്ങൾക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. ലഭിക്കുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ ചർച്ചയ്ക്ക് പോകാം. നമുക്ക് നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യും. സമരം നിർത്തും, ഇന്ന് നിർത്തും. സമരം സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ സെറ്റിൽ ചെയ്താൽ, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ കാണും. ഓരോ ദിവസം കഴിയുന്തോറും സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. ആദ്യം ഒരു മഹാസംഗമം, പിന്നെ നിയമസഭാ മാർച്ച്, സെക്രട്ടേറിയറ്റ് ഉപരോധം, അതിനുശേഷം നിരാഹാര സമരം, ഇപ്പോൾ മുടിമുറിക്കൽ. ഇനിയും ശക്തമാകുകയാണ് പ്രതിഷേധം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതല്ലേ, നമ്മുടെ ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ ഞങ്ങളിവിടെ കാണും. അതിനിടയിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാത്തരം പ്രതിഷേധ പരിപാടികളും ഞങ്ങൾ സ്വീകരിക്കും. എല്ലാത്തരം പ്രതിഷേധം സാധ്യമായതെല്ലാം മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ ഈ 50 ദിവസവും പരിപാടികൾ കൈക്കൊണ്ടത്. അപ്പോൾ നമ്മൾ അക്രമം കാണിക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഞങ്ങൾ ഗാന്ധിയൻ മാർഗത്തിൽ സമാധാനപരമായിട്ട് തന്നെയാണ്, പക്ഷേ വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ്. വളരെ വൈകാരികമായിട്ടുള്ള രീതിയാണ് പത്മജ അടക്കം പെരുമാറിയത്. ഒരു ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ കടക്കും. അല്ല, മനുഷ്യനെ ഒരു പരിധിയില്ല എല്ലാത്തിനും. ഏതൊന്നിനാണേലും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കും. ആ സർക്കാർ മുഖവിലേക്ക് എടുക്കണം. അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് കരുതി കൂട്ടി ആരെങ്കിലും കുറച്ച് കാണിക്കാനോ താറടിച്ച് കാണിക്കാനോ ഒന്നും അല്ലല്ലോ. 50 ദിവസമായിട്ട് ഇരുന്ന് പറയുകയാണ്. അതവർ മുഖവിലേക്ക് എടുക്കാതെ വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏത് അവസ്ഥയിലേക്കാണ് എത്തുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് സർക്കാർ അത് കേൾക്കാനും കാണാനും തയ്യാറാകണം. ഇല്ലെങ്കിൽ സർക്കാർ വലിയ ബുദ്ധിമുട്ടേണ്ടി വരും. ലക്ഷ്മി, ബിന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകാരികമായ രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ സമരം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് സമരസമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം.എ. ബിന്ദു വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മുടികളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ഈ സമരപന്തലിൽ കെട്ടാനാണ് സമരസമിതിയുടെയും ആശാപ്രവർത്തകരുടെയും തീരുമാനം. പക്ഷേ വരും ദിവസങ്ങളിൽ, ഇന്നോ നാളെയോ വരും ദിവസങ്ങളിലെല്ലാം ഇനി അങ്ങോട്ടുള്ള സമരത്തിൻ്റെ അല്ലെങ്കിൽ സമരം ഏത് രീതിയിലേക്കാണ് മാറ്റുന്നതെന്നടക്കമുള്ള വിവരങ്ങൾ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നത്.